നമസ്കാരം. തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനുള്ളിൽ പന്തളത്ത് നിന്ന് ആരംഭിക്കും. ഇപ്പോൾ നമ്മൾ കുളനട ദേവീക്ഷേത്രത്തിന് സമീപമാണുള്ളത്. എന്നോടൊപ്പം പ്രേക്ഷകർക്ക് കാണാവുന്നതുപോലെ സേവാഭാരതിയുടെ ആംബുലൻസ് ആണ് എന്നോടൊപ്പം ഉള്ളത്. ദേശീയ സേവാഭാരതിയുടെ പത്തനംതിട്ട ജില്ലാ കോർഡിനേറ്റർ ശ്രീ സന്തോഷാണ്. അവർക്ക് ചില കഥകൾ ഈ ശബരിമല തീർത്ഥാടന കാലത്തോടനുബന്ധിച്ച് പറയാനുണ്ട്. നമുക്കത് എന്താണ് എന്ന് നോക്കാം. ചേട്ടാ, എങ്ങനെയാണ് ഇത്തവണത്തെ നിങ്ങളുടെ സേവാ പ്രവർത്തനങ്ങൾ? അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സ്വാമിയെ ശരണമയ്യപ്പ, എല്ലാ വർഷത്തെയും പോലെ ശബരിമല തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിൽ ദേശീയ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ 53 യൂണിറ്റുകൾ വളരെ വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും കുടിവെള്ള വിതരണം, ഭക്ഷണ വിതരണം, മെഡിക്കൽ സഹായം, സൗജന്യ ആംബുലൻസ് സഹായം തുടങ്ങി ഒരു അയ്യപ്പന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. മണ്ഡലകാലം മുതൽ തന്നെ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ പന്തളത്ത് അയ്യപ്പന്മാർക്ക് സൗജന്യമായിട്ട് ആംബുലൻസ് സേവനം ഏർപ്പെടുത്തിയിരുന്നു. അത് കുളനട സേവാഭാരതിയുടെ 2 ആംബുലൻസുകളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. ഒപ്പം തന്നെ ശബരിമലയിൽ അകാരണമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മരണപ്പെടുന്ന അയ്യപ്പ ഭക്തരുടെ ഭൗതിക ശരീരം അതേത് സംസ്ഥാനത്തുള്ളവരുമാകട്ടെ അവരുടെ സ്ഥലത്ത് സൗജന്യമായിട്ട് എത്തിക്കുന്ന ഒരു വിപുലമായ പരിപാടിയും ഈ പ്രാവശ്യം മുതൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ ഭക്തജനങ്ങളിൽ നിന്നും നമ്മുടെ അഭ്യുദയകാംക്ഷികളിൽ നിന്നുമുള്ള ഡൊണേഷൻ കൊണ്ടാണ്. യാതൊരു സർക്കാർ സംവിധാനത്തിലുള്ള ഒരു സഹായവും ഇല്ലാതെ തന്നെ സജ്ജനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മൾ 7 ഭൗതിക ശരീരം ആന്ധ്ര, കർണാടക, തെലുങ്കാന, തമിഴ്നാട്, കേരളം തുടങ്ങിയ സ്ഥലങ്ങളിൽ അവരുടെ വീടുകളിൽ വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഒരയ്യപ്പന് കിട്ടേണ്ട എല്ലാ ബഹുമാനവും നൽകിക്കൊണ്ട് എത്തിക്കുകയുണ്ടായി. ഈ സന്നിധാനത്ത് മരണപ്പെടുന്നവർ, പ്രത്യേകിച്ചും ഈ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന ഭക്തന്മാർ, കർണാടക, അത് സേവാഭാരതിക്ക് എത്രമാത്രം വെല്ലുവിളി നിറഞ്ഞതാണ്. ആ മൃതദേഹം ബന്ധുക്കളോടൊപ്പം അവർക്ക് എല്ലാ ആദരവും നൽകിക്കൊണ്ട് അവരുടെ ജന്മനാട്ടിൽ എത്തിക്കുക എന്നുള്ളത് എത്രമാത്രം വെല്ലുവിളി നിറഞ്ഞതാണ്. തീർച്ചയായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് സേവാഭാരതിയുടെ ഈ വിപുലമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിവില്ലാത്തത് ഒരു പരിധിവരെ നമുക്കൊരു വെല്ലുവിളിയായിരുന്നു. എങ്കിൽ കൂടിയും നമ്മൾ 5 ഭാഷകളിൽ ഇതിൻ്റെ പോസ്റ്ററുകൾ അടിച്ചുകൊണ്ട് കൂനങ്കര മുതൽ പത്തനംതിട്ട ഇടത്താവളം മുതൽ എല്ലാ ഇടത്താവളങ്ങളിലും പന്തളത്തും എല്ലാം നമ്മൾ പ്രദർശിപ്പിക്കുകയുണ്ടായി. അതുപോലെ തമിഴ്നാട്, ആന്ധ്ര, കർണാടകയിലുള്ള ഭക്തജന സംഘങ്ങൾ വഴി ഈ ഒരു പോസ്റ്ററുകൾ നമ്മളെല്ലാ ഭാഗങ്ങളിലേക്കും ഓൺലൈൻ മീഡിയകൾ വഴി പ്രചരിപ്പിച്ചു. അത് കാരണം ഭക്തജനങ്ങൾക്ക് ഇങ്ങനൊരു അവയർനെസ് ഉണ്ടാകാൻ ഇത് ഇടയായി. നമ്മൾ പമ്പയുമായിട്ട് ബന്ധപ്പെട്ടും പമ്പയിലും നമ്മുടെ പ്രവർത്തകരുണ്ട്, അവരെയും ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നു. അപ്പോൾ പമ്പയിലെ ഒരു അയ്യപ്പൻ്റെ മരണം സംഭവിച്ചാൽ ഉടനെ തന്നെ നമ്മളെ അറിയിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ മൃതശരീരം എത്തുമ്പോഴത്തേക്കും നമ്മളവിടെ ആംബുലൻസുമായിട്ട് എത്തി ഫ്രീസറും ജനറേറ്ററും ഉൾപ്പെടെയുള്ള സംവിധാനത്തിൽ വളരെ ആദരപൂർവ്വം പൂർണ്ണ ബഹുമതിയോടുകൂടി നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇത് നിർധനരായ ഭക്തന്മാരിൽ നിന്നും സൗജന്യമായി തന്നെയാണ് ഇത്തരത്തിൽ സേവനങ്ങൾ ചെയ്യുന്നത്. അതെ, നിർധനരായ ഭക്തന്മാരിൽ നിന്നും പൂർണ്ണമായിട്ട് സൗജന്യമായിട്ടാണ്. അവർക്ക് ഒരു പൈസയുടെ പോലും ചിലവില്ലാതെ ഡീസൽ ഉൾപ്പെടെ പെട്രോളിൻ്റെ സാമ്പത്തിക ചിലവുൾപ്പെടെ ജനറേറ്റർ, ഫ്രീസർ സൗകര്യം എല്ലാം ഒരു പൈസ പോലും ആർക്കും ചിലവില്ലാതെ സമ്പൂർണ്ണമായിട്ടും സേവാഭാരതിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സേവനം നടന്നു വരുന്നത്. ഈ മുൻ വർഷങ്ങളെ എന്ന പോലെ ഈ ഒരു തീർത്ഥാടന കാലത്തും വലിയ തിരക്ക് അനുഭവപ്പെട്ടതാണ്. പക്ഷേ ഈ തീർത്ഥാടന കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭക്തജനങ്ങൾക്ക് ഈ തിരക്കിനിടയിൽ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിച്ചില്ല എന്നുള്ളതാണ്. അവിടെ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളമായിരുന്നു? ഉദാഹരണം കുടിവെള്ളം, ഭക്ഷണ വിതരണം എന്നിവ. സത്യമാണ്, ഈ വർഷം കഴിഞ്ഞ മുൻ വർഷങ്ങളിലേക്കാട്ടിൽ വലിയ ഒരു തിരക്കാണ് നടന്നത്. അപ്പോൾ നമുക്കറിയാം, ശബരിമലയിൽ നിയന്ത്രണങ്ങൾ വന്നത് കാരണം പത്തനംതിട്ട മുതൽ മുഴുവൻ സ്ഥലങ്ങളിലും വാഹനങ്ങൾ റോഡുകളിൽ തടഞ്ഞിടുന്ന ഒരു സംവിധാനം ഉണ്ടായി. അത് പത്തനംതിട്ട ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും അതേപോലെ തന്നെ കോട്ടയം ജില്ലയിലും എല്ലാം വഴിയിൽ തടഞ്ഞിടുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അത് കാരണം ഭക്തജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു. പലപ്പോഴും വനമേഖലകളൊക്കെ ആയിരിക്കും ഈ വാഹനങ്ങൾ തടഞ്ഞിടുന്നത്. അവിടെ മറ്റ് കടകളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. 10-14 മണിക്കൂർ വരെ ഒരേ സ്ഥലത്ത് തന്നെ വാഹനങ്ങൾ തടഞ്ഞിടുന്ന ഒരു സംവിധാനം ഈ പ്രാവശ്യം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി.
തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ആണെങ്കിൽ തന്നെയും അവർക്ക് ഭക്ഷണമോ വെള്ളമോ കൊടുക്കുവാനുള്ള ഒരു സംവിധാനം അധികൃതരുടെ ഭാഗത്ത് ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഉടനെ തന്നെ ബിസ്ക്കറ്റ് കുടിവെള്ളം കുപ്പികളിൽ ഉടനെ തന്നെ എത്തിക്കുവാനുള്ളൊരു സംവിധാനം കൂനങ്കര കേന്ദ്രീകരിച്ചാണ് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുന്നത്. 10 കേന്ദ്രങ്ങളിലായി 100 പ്രവർത്തകർ വീതം 1000 പേരാണ് ഈ ഒരു പ്രവർത്തനത്തിൽ ഇപ്പോൾ ഭാഗവാക്കായിരിക്കുന്നത്. പ്രധാനമായിട്ടും കുടിവെള്ളവും ബിസ്ക്കറ്റുമാണ് വിതരണം ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റെല്ലാ അന്നദാന കേന്ദ്രങ്ങളിലും ഭക്ഷണ വിതരണവും നടക്കുന്നുണ്ട്. എന്തായാലും സർക്കാർ സംവിധാനങ്ങൾ, ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള സംഘടനകളെ ഏകോപിപ്പിച്ച് അവർക്ക് ആ അധികൃതരിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നില്ല എന്നത് ഒരു ഭാഗത്ത്. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളെങ്കിലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ ഇവരിൽ നിന്ന് കേൾക്കുന്നത്. നിർധനരായവർ, ഈ സന്നിധാനത്ത് അപ്രതീക്ഷിതമായി മരണപ്പെട്ടു പോകുന്നവർ, അവരുടെ മൃതശരീരം എല്ലാവിധ ആദരവോടും കൂടി നാട്ടിലെത്തിക്കാനുള്ള സേവാഭാരതിയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയും സേവനപാതയിൽ അവർക്ക് തുടരാനാകട്ടെ. തത്വമയി ന്യൂസിന് വേണ്ടി കുളനട ദേവീക്ഷേത്രത്തിൽ നിന്നും കുമാർ സംയോഗി. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.